ബേസിക് എക്സൈസ് ഡ്യൂട്ടി 1.40, സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി 3 രൂപ, റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 11 റുപ്പീസ്, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ AIDC 7 രൂപ 60 പൈസ, ടോട്ടൽ സെൻട്രൽ ഡ്യൂട്ടി 23 രൂപ പെർ ലിറ്ററാണ്. 23 രൂപ പെർ ലിറ്റർ എന്ന് വെച്ചാൽ അതിൽ ഏത് കുറയ്ക്കാമെന്നാണ് ശ്രീ പത്മനാഭൻ ചോദിക്കുന്നത്. എങ്ങനെ ശരിയാവും? ഇതിൽ നിന്നൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഞാൻ പറയുന്നത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അവരും കുറയ്ക്കണം. ഇതിൻ്റെ ഇമ്പാക്റ്റ് രാജ്യമാകെ വിലക്കയറ്റം ഉണ്ടാകുകയാണ്, രാജ്യത്താകെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഞാൻ ശ്രീ ജിൻഡോ പറഞ്ഞ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും യോജിപ്പാണ്. ബാക്കി ശ്രീ പത്മനാഭൻ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയാത്ത പോയിന്റാണ് ഞാൻ പറയുന്നത്. 23 രൂപ ഇപ്പോഴും ഒരു ലിറ്റർ പെട്രോളിൻ്റെ പുറത്ത് ഇന്ത്യ സർക്കാരിൻ്റെ നികുതിയാണ്. നമുക്ക് ഇപ്പോൾ ഈ നികുതി ഘടനയിൽ പിന്നെ പൊതുമേഖലാ പെട്രോളിയം സ്ഥാപനങ്ങളെ മാത്രം അവർ വരുമാനത്തിന് നമ്മുടെ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെട്രോളിയം സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇടപെടുന്ന പോലെ തന്നെയാണ് അംബാനിയുടെ പെട്രോള്. അതുപോലെ തന്നെ മറ്റ് പിന്നെ പുതിയ പുതിയ കുറേ സ്ഥാപനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, നായര അങ്ങനെയുള്ള സ്ഥാപനം. ഇവരെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു തോതിൽ അവർക്കും വരുമാനം ഉണ്ടാകുകയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനെ അവർക്ക് അവിടെ കൂടി സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് അവരെ കൂടി സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ സർക്കാർ ഇത് കാണേണ്ടത്, നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട, ഏറ്റവും ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പട്ടിണി മരണങ്ങളൊക്കെയാണ് ഇനി പോകുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. ശരി, ഏതായാലും ശ്രീ താങ്കൾ പറഞ്ഞ പോലെ ഈ രണ്ട് ഗവൺമെന്റുകൾക്കും തുല്യമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത് പിടിച്ചു നിർത്താൻ